നമുക്കിനി പത്തനംതിട്ടയിലേക്ക് പോകാം. പത്തനംതിട്ടയിൽ 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിലും അതിശക്തമായ പോരാട്ടം നടക്കുന്നു. വിഷ്ണു VS വിശദാംശങ്ങളുമായി. വിഷ്ണു, ആറന്മുളയും റാന്നിയും കോന്നിയും ഒക്കെയുള്ള പത്തനംതിട്ടയിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ആവേശം വോട്ടർമാരുടെ ഭാഗത്തുനിന്നും കാണുന്നുണ്ടോ? ഇപ്പോൾ ഒരു 7 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് എങ്ങനെയാണ് പത്തനംതിട്ടയിൽ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. ഏകദേശം 2:30 എത്തുമ്പോഴത്തേക്കും 49% വോട്ടാണ് പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 69.63% വോട്ടുകളാണ് പോൾ ചെയ്തത്. ഇപ്പോൾ 2:30 ആകുമ്പോഴത്തേക്ക് തന്നെ 49% വോട്ടുകൾ പോൾ ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും പത്തനംതിട്ട ജില്ലയിൽ കനത്ത പോളിംഗ് തന്നെ സംഭവിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ആറന്മുള നിയോജക മണ്ഡലത്തിലാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ത്രികോണ മത്സരം നടക്കുന്നത് ആറന്മുള നിയോജക മണ്ഡലത്തിലാണ്. വീണ ജോർജും മവിൻ വർക്കിയും കുമ്മൻ രാജശേഖരനും തോളോട് തോൾ നിന്ന് പൊരുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ആറന്മുള നിയോജക മണ്ഡലത്തിൽ 50% വോട്ടുകളാണ് കഴിഞ്ഞ നിമിഷത്തിൽ പോൾ ചെയ്ത് കഴിഞ്ഞത്. അടൂരും കോന്നിയിലും അതുപോലെ തിരുവല്ലായിലും 49% പോളിംഗ് നടന്നു. റാന്നിയിലാകട്ടെ 48% പോളിംഗ് നടന്നു. അങ്ങനെ ഏകദേശം ആവേശകരമായ ഒരു പോളിംഗ് സംവിധാനം തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ കാണാൻ സാധിക്കുന്നത്. പല വിഷയങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ വിഷയമായിട്ടുള്ളത്. ശബരിമല ഉൾപ്പെടെയുള്ള വൈകാരിക വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ ഏത് തരത്തിലേക്കായിരിക്കും പത്തനംതിട്ടയുടെ കാറ്റ് ആഞ്ഞടിക്കുക എന്നുള്ളത് നിരീക്ഷണത്തിലാണ് രാഷ്ട്രീയ കേരളം തന്നെ. പ്രത്യേകിച്ചും ആറന്മുളയാണ് എല്ലാവരുടെയും രാഷ്ട്രീയ ചിന്തയിലേക്ക് വരുന്നത്. വീണ ജോർജും അബിൻ വർക്കിയും കുമ്മനം രാജശേഖരനൊക്കെ ശക്തമായി നിന്ന് പൊരുതിയ മണ്ഡലമാണ് ആറന്മുള. ദേശീയ നേതാക്കന്മാരടക്കം പ്രചരണത്തിനിറങ്ങിയ ആറന്മുളയിൽ ആർക്കായിരിക്കും വിജയം എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷേ വലിയ വിജയപ്രതീക്ഷ തന്നെ രാവിലെ വീണ ജോർജും അബിൻ വർക്കിയൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിക്കുകയുണ്ടായി. 30% ഏകദേശം 30,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തെ വിജയിക്കുമെന്നാണ് വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അബിൻ വർക്കി കൃത്യമായ ഒരു ശതമാനം പറയുന്നില്ല. ജനങ്ങൾ വിധി എഴുതട്ടെ. ഏതായാലും തന്റെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ള ആത്മപ്രതീക്ഷയാണ് അബിൻ വർക്കി മുൻപോട്ട് വെച്ചത്. ഏതായാലും രാവിലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിലൊക്കെ ആളുകൾ തീരെ കുറവാണ്. പത്തനംതിട്ട ജില്ലയിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ് ആളുകളുടെ ഒരു കുറവൊക്കെ സംഭവിച്ചത്. ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിയുമ്പോൾ വീണ്ടും രാവിലെ ഉണ്ടാകുന്ന ആവേശത്തിലേക്ക് പത്തനംതിട്ടയിലും വലിയ ആവേശം. തിരുവല്ലയും റാന്നിയും ആറന്മുളയും കോന്നിയും അടൂരും 5 മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയിൽ. കഴിഞ്ഞ കുറി 69.65 മാത്രമായിരുന്നു പോളിംഗ് പെർസെൻറ്റേജ്. ഇക്കുറി അത് കൂടും എന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ വിഷ്ണു VS ഞങ്ങളുടെ പ്രതിനിധി പങ്കുവെക്കുന്നത്.